വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ദേവപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 29 നടക്കും. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. പുല്ലൂർ മോഹനമാരാരുടെ നേതൃത്വത്തിൽ നടന്ന തായമ്പക വാദ്യാസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. തുടർന്ന് പ്രവീൺ കോടോത്തിന്റെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു. അസൂയയുമൊക്കെ നമുക്ക് മനസ്സിനകത്ത് നിയന്ത്രിച്ച് നിർത്തപ്പെടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. എത്ര വലിയ ക്രൂരനായാലും രാക്ഷസനായാലും അവരെല്ലാം തന്നെ ഭഗവാൻ പരമശിവന്റെ അടിയുറച്ച ഭക്തരാണ്. രാത്രി 9 മണിക്ക് കലാമണ്ഡലം അഭിജോഷ് ചാക്യാർ ആസ്വാദക വൃന്ദങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. വേലായുധനെ കേട്ടിട്ടുണ്ട്, ഗണേശനെ കേട്ടിട്ടുണ്ട്, ഗോവിന്ദനെ കേട്ടിട്ടുണ്ട്, വിജയനെ കേട്ടിട്ടുണ്ട്. എത്രയാ നാമധേയങ്ങളെന്ന് നിശ്ചയില്ല. എന്നാൽ ഈ നാമധേയങ്ങളൊക്കെ ആരുടെ നാമധേയ നിശ്ചയിട്ടോ? ആരാണോ? ബാലകൃഷ്ണൻ. താടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കുക. ഭഗവാനാണ്. ആരാ? സുബ്രഹ്മണ്യൻ. നിശ്ചയുണ്ടോ? താടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കുക. ഭഗവാനാണ് അല്ലേ? ഒരു കാലത്ത് അമ്പലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ചാക്യാർകൂത്ത് ഇന്ന് കലോത്സവ വേദികൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചാക്യാർകൂത്തിന് എന്നും ആസ്വാദകരുണ്ടെന്ന് വേലാശ്വരം ക്ഷേത്രത്തിലെ തിങ്ങി നിറഞ്ഞ കലാസ്വാദകർ മറുപടി നൽകി. ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 29 ബുധനാഴ്ച രാവിലെ 9:50 11:20 മതിയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. മഹോത്സവം ഏപ്രിൽ 30 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.